guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും മുരിങ്ങക്കായും തക്കാളി ഇട്ടിട്ടുള്ള കറി. നമുക്ക് തക്കാളി മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 മുരിങ്ങക്കായ, അതേമാതിരി തന്നെ ഒരു 2 തക്കാളി, അതും ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 മീഡിയം സൈസ് പച്ചമുളക്, ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉപ്പായിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് ഇനി അരപ്പരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് ചെറുകിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു 2 ചെറിയ ഉള്ളി അതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വരണ മാതിരി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള മല്ലിയായാലും മതി കേട്ടോ, നല്ലൊരു ഫ്ലേവർ തരാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. സോ ഒന്ന് അരച്ച ശേഷം കാണിച്ചു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോഴാണ് ഒരു സാധനം ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആലോചിച്ചത്, മറന്നുപോയി. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി വീണ്ടും ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണം രണ്ടും വെന്തിട്ടുണ്ട്, തക്കാളി നല്ലോണം വെന്തു. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കണ്ട, തിളയ്ക്കുകയാണെങ്കിൽ തീ കുറച്ച് വെച്ചോളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം ഒന്ന് ചേർന്ന് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് കടുക് വറുക്കാനുള്ള പരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഇനി ഒന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് താളിക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടുക് വറുക്കണ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാക്കിയിട്ട് എടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറം വരട്ടെ, നല്ല മുരിഞ്ഞ് വന്നാൽ ടേസ്റ്റ് വരുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്യണം കേട്ടോ. കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക.